ഇന്നത്തെ നമ്മുടെ വിഷയം ജ്യോതിഷാൽ ദുഃഖ വിധികളും ദുരിതങ്ങളുമാണ്. അതായത് സാധാരണ നമുക്ക് ദുർവിധികൾ രണ്ട് തരത്തിൽ അനുഭവപ്പെടുന്നു. ഒന്നാമത്തേത് കാരണങ്ങൾ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുന്നതും, രണ്ടാമത്തേതിൻ്റെ കാരണങ്ങൾ നമുക്ക് അജ്ഞാതമായതുമാണ്, നേരിട്ട് അറിയാൻ കഴിയാത്തത്. അതായത് ഒരാൾ ഭവന നിർമ്മാണം ആരംഭിക്കുന്നു. പ്രതികൂല കാലാവസ്ഥ കൊണ്ടോ വീട്ടുപണിക്ക് വേണ്ട നിർമ്മാണ വസ്തുക്കൾ കിട്ടാതെ വരുന്നത് കൊണ്ടോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതെ വരുന്നു. ഇത് അയാൾക്ക് മാത്രമായിട്ടുള്ള അവസ്ഥയല്ല, മറ്റുള്ളവർക്കും ഈ അവസ്ഥകൾ അനുഭവപ്പെടുന്നു. ഇതിനെ ജ്യോതിഷത്തിൽ ദൃഷ്ടകാരണങ്ങൾ എന്ന് പറയുന്നു. അഥവാ നേരിട്ട് അറിയാൻ കഴിയുന്ന കാരണങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ അദൃഷ്ടമായ അല്ലെങ്കിൽ അജ്ഞാതമായ കാരണങ്ങളാൽ വീട് നിർമ്മാണം കഴിഞ്ഞാലും അതിൽ പ്രവേശിച്ച് പാലുകാച്ചൽ കർമ്മം നടത്തി സ്ഥിരതാമസം ഉറപ്പിക്കാൻ കഴിയാതെ വരുന്നു. കുടുംബത്തിലെ പെട്ടെന്നുള്ള മരണങ്ങൾ, കേസ് വഴക്കുകൾ, ഗൃഹനാഥന് രോഗം, അധികാരികൾ അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവർ ഉയർത്തുന്ന തടസ്സങ്ങൾ, ഇവകൾ കൊണ്ടും നിർമ്മാണം കഴിഞ്ഞ വീട്ടിൽ പാലുകാച്ചൽ കർമ്മം നടത്തി കയറി താമസിക്കാൻ കഴിയാതെ വരുന്നു. ഇതിന്റെ മൂലകാരണ അദൃഷ്ട കാരണങ്ങളിൽ പെടുന്നു. ഈ അവസ്ഥകളിൽ മറഞ്ഞു കിടക്കുന്ന കാരണങ്ങളെ കണ്ടെത്തി അനുകൂല സാഹചര്യം ഉണ്ടാകാനും ആഗ്രഹ നിവൃത്തിക്കായി ദുഃഖിതർ ജ്യോത്സ്യനെ സമീപിക്കുന്നു, സഹായം തേടുന്നു. രോഗങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഡോക്ടർ പരിശോധിച്ചിട്ടും ടെസ്റ്റുകൾ നടത്തിയിട്ടും എക്സ്റേ, സ്കാൻ മുതലായ ചെയ്തിട്ടും രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, എല്ലാം നോർമൽ. എന്നാൽ രോഗിക്ക് സ്ഥിരമായ ഭയങ്ങൾ, ഉറക്കമില്ലായ്മ, ശരീരത്തിൽ പല ഭാഗങ്ങളിലും വേദന തോന്നുക, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, ഇങ്ങനത്തെ അവസ്ഥകൾ വന്നു ചേരുന്നു. സന്താന വിഷയത്തിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ 6-7 വർഷം കഴിഞ്ഞിട്ടും സന്താനം ഉണ്ടാകുന്നില്ല. എല്ലാ ടെസ്റ്റുകളും ഡോക്ടർമാർ നടത്തിയിട്ടും എല്ലാം നോർമലാണ്, യാതൊരു കുഴപ്പവുമില്ല. ഇത്തരം അവസ്ഥകളെയും ബുദ്ധിമുട്ടുകളെയും ജ്യോതിഷത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അദൃഷ്ടമായ കാരണങ്ങളുടെ വിഭാഗത്തിൽ പെടുത്തുന്നു. ഇവിടെയും ദുഃഖിതർ ജ്യോത്സ്യന്റെ സഹായം തരുന്നു. ഇതിനെല്ലാം കാരണം മുൻജന്മ കർമ്മദോഷം കൊണ്ടാണോ എന്ന് ജ്യോത്സ്യന് ചിന്തിച്ചു നോക്കേണ്ടി വരും. ഗ്രഹനില പരിശോധിച്ചും പ്രശ്നം വച്ചും കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ദൃഷ്ടമായ തിരിച്ചറിയാവുന്ന രോഗങ്ങൾ ഔഷധം കൊണ്ട് മാറ്റാവുന്നതാണ്. ഔഷധ ചികിത്സയ്ക്കാണ് ജ്യോതിഷത്തിൽ പ്രഥമ പ്രാധാന്യം കൊടുക്കുന്നത്. ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായതേ തശാന്തി ഔഷധേ ദാനജപ ഹോമ അർച്ചനാദിപി. ഇത് പ്രസന്നമാർഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പൂർവജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങൾ ഈ ജന്മത്തിൽ രോഗരൂപത്തിൽ നമ്മെ വിഷമിപ്പിക്കുന്നു. അതിനാദ്യം ഔഷധ ചികിത്സ തന്നെ നടത്തണം. രോഗം മാറുന്നില്ലെങ്കിൽ അദൃഷ്ടമായ കാരണങ്ങൾക്ക് വേണ്ടി ദാനം, ജപം, അതായത് പ്രാർത്ഥന, ഹോമം, അർച്ചന മുതലായവ ചെയ്ത് അർഹതപ്പെട്ട ദേവനെ പ്രസാദിപ്പിച്ച് ദുഃഖനിവൃത്തി വരുത്തണം. അദൃഷ്ട കാരണങ്ങൾ കണ്ടെത്തി എന്താണ് ഉചിതമായ പരിഹാരങ്ങൾ എന്ന് തിരിച്ചറിയാൻ ജ്യോതിഷത്തിൻ്റെയും ജ്യോത്സ്യന്റെയും ഉപദേശവും സഹായവും ആവശ്യമായി വരുന്നു. നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിയുമ്പോൾ കാര്യനിവൃത്തി ഉണ്ടാകുന്നതാണ് പതിവ്. ഇതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രസൻസ് അവിടെ, ഇപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഹോമോ അർച്ചനകളോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മുടെ പ്രസൻസ് അവിടെ വേണം. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, വിശ്വാസത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ കാര്യം നിവൃത്തി ഉണ്ടാകും, പരിഹാരങ്ങളാവും, ബുദ്ധിമുട്ടുകളൊക്കെ മാറാണ് പതിവ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ കണ്ടില്ലെങ്കിൽ മുഴുവനായി കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.